പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതിയുടെ മകന്റെ വിവാഹത്തിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുത്ത സംഭവത്തിൽ അന്വേഷണ സമിതിയെ നിയോഗിച്ച് കെ പി സി സി ജനറൽ സെക്രട്ടറി PM നിയാസ്, രാഷ്ട്രീയകാര്യ സമിതി അംഗം N സുബ്രഹ്മണ്യൻ എന്നിവരടങ്ങുന്ന രണ്ടംഗ അന്വേഷണ സമിതിയാണ് നിയോഗിച്ചത്. ഒരാഴ്ചയ്ക്കകം റിപ്പോർട്ട് സമർപ്പിക്കണമെന്നാണ് നിർദ്ദേശം. അൽ അമീൻ തോട്ടുമുക്കാണ് വിവരങ്ങളുമായി ചേരുന്നത്. അൽ അമീൻ, ഇന്നലെ ബാലകൃഷ്ണൻ പെരിയ ഒരു രാജ്യഭീഷണി മുഴക്കുകയും രാജ്മോഹൻ ഉണ്ണിത്താനെതിരെ ആഞ്ഞടിച്ചുകൊണ്ട് ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയും ചെയ്തു. പിന്നീട് ഒരു മണിക്കൂറിന് ശേഷം ആ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചിരുന്നു. ഇതിനുള്ളിലെ തർക്കങ്ങൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. ഈ പശ്ചാത്തലത്തിലാണോ അന്വേഷണ സമിതി? ഇതിലെ പെരിയ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതികളായിട്ടുള്ള CPM നേതാവിന്റെ മകന്റെ വിവാഹത്തിൽ കോൺഗ്രസ് നേതാക്കൾ പങ്കെടുക്കുന്നു. മറ്റു ചില പ്രതികളുമായി കോൺഗ്രസ് MP രാജ്മോഹൻ ഉണ്ണിത്താൻ സൗഹൃദം പങ്കിടുന്നു. അങ്ങനെ ആ പ്രതികളുമായി കോൺഗ്രസ് നേതാക്കളുള്ള ബന്ധം അത് ആരോപണമായി ഉയർന്നു. അതിനപ്പുറത്തേക്ക് കാസർഗോഡ് ജില്ലയിലെ കോൺഗ്രസിൽ വലിയ പൊട്ടിത്തെറിയിലേക്ക് വരെ കാര്യങ്ങൾ എത്തിക്കുന്ന ഒരു സാഹചര്യം, പരസ്യ പോർവിളിയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തിക്കുന്ന ഒരു സാഹചര്യം, അത് സംസ്ഥാന കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം, KPCC സംബന്ധിച്ചിടത്തോളം വലിയ ഒരു ക്ഷീണം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൃപേഷിന്റെയും ശരത്ലാലിന്റെയും കൊലപാതക വിഷയമൊക്കെ കോൺഗ്രസ് വലിയ രീതിയിൽ UDF ആയുധമാക്കിയിരുന്നതാണ്. അതിനിടയിലാണ് ഈ പ്രതികളുമായുള്ള നേതാക്കളുടെ ബന്ധവും അതിനെ ചൊല്ലിയുള്ള വാക്പോരുമൊക്കെ സജീവ ചർച്ചയാകുന്നതും പാർട്ടിക്ക് ക്ഷീണം തീർത്തിട്ടുള്ളതും. ഈ ഒരു സാഹചര്യത്തിലാണ് ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ വശങ്ങളും പരിശോധിക്കാൻ KPCC രണ്ടംഗ സമിതിയെ ചുമതലപ്പെടുത്തിയിരിക്കുന്നത്. ഒരാഴ്ചയ്ക്കകം ഇതിന്മേൽ റിപ്പോർട്ട് നൽകണമെന്നുള്ളതാണ് KPCC നൽകിയിരിക്കുന്ന നിർദ്ദേശം. KPCC ജനറൽ സെക്രട്ടറി മുഹമ്മദ് നിയാസും അതോടൊപ്പം തന്നെ KPCC രാഷ്ട്രീയകാര്യ സമിതി അംഗം N സുബ്രഹ്മണ്യനുമാണ് ഈ സമിതി അംഗങ്ങൾ. ഇവർ വിശദമായിട്ട് പരിശോധിക്കും ഈ നേതാക്കൾ ഏതു സാഹചര്യത്തിലാണ് പാർട്ടി പ്രവർത്തകരെ കൊലപ്പെടുത്തിയ ആളുകളുമായി വേദി പങ്കിട്ടത് അല്ലെങ്കിൽ സൗഹൃദം പങ്കിട്ടത്, അവരുമായി ആ സൗഹൃദം ഏത് തരത്തിലുള്ളതാണ്, അതിനെ തുടർന്നുള്ള വിവാദങ്ങളുടെ തുടക്കം, ഒപ്പം രാജ്മോഹൻ ഉണ്ണിത്താനെതിരായിട്ടുള്ള ആരോപണം, രാജ്മോഹൻ ഉണ്ണിത്താൻ ബാലകൃഷ്ണൻ പെരിയയ്ക്കെതിരെ ഉന്നയിച്ച ആരോപണം, അങ്ങനെ സമതലങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ എല്ലാ തലങ്ങളും പരിശോധിച്ച് റിപ്പോർട്ട് നൽകാനാണ് KPCC നൽകിയ നിർദ്ദേശം. പക്ഷേ ആ റിപ്പോർട്ടിന്മേലായിരിക്കും പാർട്ടി ഈ വിഷയത്തിൽ തുടർ നടപടികൾ സ്വീകരിക്കുക. ഓക്കെ, കാസർഗോഡ് സമീപകാലത്തുണ്ടായ വിവാദ സംഭവങ്ങളിൽ രണ്ടംഗ അന്വേഷണ സമിതിയെ പ്രഖ്യാപിച്ചിരിക്കുകയാണ് KPCC. വിവരങ്ങൾ നൽകുകയായിരുന്നു തിരുവനന്തപുരത്ത് നിന്ന് അൽ അമീൻ.